പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സലാസത്തുൻ, മൂന്ന് കാര്യങ്ങൾ, ഉഖ്സിമു അലൈഹിന്ന ഫഹ്ഫദൂഹ, അവ മൂന്നും ഞാൻ നിങ്ങളോട് സത്യം ചെയ്ത് പറയുകയാണ്, നിങ്ങൾ അവ മൂന്നും വളരെ ഗൗരവത്തോടു കൂടി സ്വീകരിക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യം സത്യം ചെയ്ത് പറയാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും അതിന്റെ പ്രാധാന്യം ഗൗരവം എത്രയായിരിക്കും. മാത്രമല്ല, ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ അതിഗൗരവത്തോടു കൂടി സ്വീകരിക്കണമെന്നാണ്, ഉൾക്കൊള്ളണം. ഒന്നാമത് പറഞ്ഞു, മാ നക്കസ അബ്ദുൻ മിൻ മാലിൻ സ്വദഖ, സ്വതക്ക കൊടുത്തു എന്നതിന് പേരിൽ ഒരാളുടെയും ധനത്തിൽ കുറവ് വരില്ല എന്ന് പറഞ്ഞാൽ 1000 രൂപ ഉണ്ടാകുന്നത് നമ്മൾ 500 കൊടുത്താൽ ബാക്കി 500 ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആത്യന്തികമായി അതൊരു കുറവല്ല. യഥാർത്ഥത്തിൽ സ്വതക്ക കൊടുത്തു എന്നതിന്റെ പേരിൽ ധനത്തില് ശരിക്കും കുറവല്ല വരിക, അതിന്റെ വളർച്ചയായിരിക്കും. രണ്ടാമത് പറഞ്ഞു, വമാ ദുലിമ അബ്ദുൻ മദ്ലമത്തുൻ സ്വബറ ഇല്ല സാദഹുല്ലാഹു ഇസ്സ, ഏതെങ്കിലും ഒരു അടിമ ഒരു ആക്ഷേപത്തിന് അയാള് ഇരയായി, അയാള് അത് ക്ഷമിച്ചു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല ആക്ഷേപത്തിന് ഇരയായി എന്നതിന്റെ പേരിൽ അയാൾക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുത്തു എന്നാണ്. അയാൾ അർഹനാണോ അനർഹനാണോ, അത് കേൾക്കാൻ ബാധിതപ്പെട്ടവനാണോ, ഇതൊന്നും വിഷയമല്ല. അയാൾ ഒരു ആക്ഷേപത്തിന് ഇരയായി, പക്ഷെ അയാൾ എന്ത് ചെയ്തു? ഒന്നും പ്രതികരിക്കാതെ ക്ഷമിച്ചു. അപ്പോ നബി പറയാണ്, അതിന്റെ പേരിൽ അള്ളാഹു അയാൾക്ക് ഇസ്സത്ത് കൊടുക്കുമെന്നാണ്. മൂന്നാമത് പറഞ്ഞു, വലാ ഫതഹ അബ്ദുൻ ബാബ മസ്അലത്തിൻ ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബൽ മസ്അല ഫക്രി, ഒരു അടിമ എപ്പോഴും ചോദ്യങ്ങളുടെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ മുമ്പിൽ എപ്പോഴും ദാരിദ്ര്യത്തിന്റെ വാതിൽ തുറക്കുന്ന എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആവശ്യങ്ങളായി, അതൊരു ശീലമായ ആൾക്കാരുണ്ട്. അവർക്ക് പിന്നെ അള്ളാഹു അവരുടെ ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ചോദിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി നടക്കുന്നത് കൊണ്ട് ഒരിക്കലും ദാരിദ്ര്യം തീരില്ല. അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ വർഷവും കഴിഞ്ഞ മുമ്പത്തെ വന്ന വർഷം അന്ന ആൾക്കാർ ഈ വർഷവും വരും, അടുത്ത വർഷവും വരും. നമ്മൾ ഇവരൊക്കെ സ്ഥിരം കാണാറുള്ളതാണെന്ന്. എന്താ കാരണം? അവരുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കണം. അതൊരു ശീലമായി കൊണ്ട് നടക്കുന്ന അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ഇതാണ്. നമ്മുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ സംസാരത്തിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഇതിനൊക്കെ ആരെങ്കിലും മറ്റുള്ള നിരപരാധിയായ ഒരാൾ ഇരയാകുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഒരാളെ പറയുമ്പോഴുമൊക്കെ നമ്മൾ പറയുന്ന വഴക്കിന് അല്ലെങ്കിൽ ആക്ഷേപത്തിന് അയാൾ അത് കേൾക്കാൻ അർഹനാണോ, ഇയാളാണ് അതിന് അർഹൻ എന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ അയാളെ ക്ഷമിച്ചത് അത് അയാളുടെ ദൗർബല്യമായി നമ്മൾ കാണുകയും ചെയ്യരുതെന്നർത്ഥം. അതുവഴി അയാള് ചിലപ്പോ ക്ഷമിക്കുകയും അയാളുടെ മനസ്സിലുണ്ടായ പ്രയാസം അല്ലാഹു ഇസ്സത്ത് കൊടുക്കുകയും അതിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നർത്ഥം. അപ്പൊ നമ്മൾ പറയുമ്പോഴും എടുക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെയും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിന് ആരോടാണ് പറയുന്നത്, അയാൾ കേൾക്കാൻ ബാധ്യസ്ഥനാണോ, അയാളാണോ അത് കേൾക്കാൻ അർഹൻ, അല്ലെങ്കിൽ അയാളത് പറയാൻ പറ്റിയ സംഗതിയാണോ എന്ന് ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ പ്രയാസത്തിൽ അകപ്പെടേണ്ടി വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തോട് കൊടുക്കുകയും നമ്മൾ സ്വീകരിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.